എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂത്ത് ജോൺസൺ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാം. ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. കാരണം നമ്മളോട് ഒരാൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഉത്തരം കൊടുക്കും. Somehow we give answers. പക്ഷേ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കേണ്ട സാഹചര്യം വന്നാലോ? ഇത്തിരി ബുദ്ധിമുട്ടാ അല്ലേ? A little difficult. നിങ്ങൾക്കറിയാമോ, നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ പ്രധാനമായിട്ടും 4 രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ 4 രീതിയാണ്. ഇത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തപ്പിത്തടയേണ്ടി വരത്തില്ല. അപ്പോൾ ഫുൾ വീഡിയോ കണ്ടിട്ട് അവസാനം തന്നിരിക്കുന്ന എക്സസൈസ് ചെയ്യണം കേട്ടോ. ഓക്കേ. ഒരു ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ നമ്മൾ ഒരാളോടൊരു ചോദ്യം ചോദിക്കുന്നത്. ഉദാഹരണത്തിന്, എനിക്ക് ദോശ ഇഷ്ടമാണ്, ഐ ലൈക്ക് ദോശ എന്നുള്ള ഉത്തരം വരണമെങ്കിൽ ഏതൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം? ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ദോശ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ദോശ? ഉത്തരം വരും യെസ്, ഐ ലൈക്ക് ദോശ. ഇനി മറ്റൊരു രീതിയിൽ എങ്ങനെ ചോദിക്കാം? നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഇഷ്ടം? വാട്ട് ഡു യു ലൈക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? അവിടെയും ഉത്തരം വരും ഐ ലൈക്ക് ദോശ. ഇനി ഇങ്ങനെ ചോദിച്ചാലോ, നിങ്ങൾക്ക് ദോശ ഇഷ്ടമാണ് അല്ലേ? യു ലൈക്ക് ദോശ റൈറ്റ്? അപ്പോഴും ഉത്തരം വരും യെസ്, ഐ ലൈക്ക് ദോശ. ഇനി നിങ്ങൾക്ക് ദോശ ഇഷ്ടമാണ്, യു ലൈക്ക് ദോശ എന്ന് ചോദിച്ചാലും ഉത്തരം എന്ത് വരും? യെസ്, ഐ ലൈക്ക് ദോശ. കണ്ടില്ലേ, 4 രീതിയിൽ ചോദിച്ചു നമ്മൾ. അപ്പോൾ നമുക്ക് ഈ 4 ചോദ്യങ്ങളും ഒന്നും കൂടെ നോക്കാം. ഞാൻ 2 പ്രാവശ്യം പറയും. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം നിങ്ങൾ എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കണേ. കാരണം നിങ്ങൾക്ക് ആ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ടോൺ മനസ്സിലാകും, അതായത് എങ്ങനെ ചോദിക്കണമെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ലൈക്ക് ദോശ? റിപ്പീറ്റ്, ഡു യു ലൈക്ക് ദോശ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവസാന ഭാഗത്ത് നമ്മുടെ പിച്ച് ഒന്ന് ചെറുതായിട്ട് ഉയർത്തി. അപ്പോൾ ആൻസർ പറയും യെസ്, ഐ ലൈക്ക് ദോശ. വാട്ട്സ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? വാട്ട് ഡു യു ലൈക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? റിപ്പീറ്റ്, വാട്ട് ഡു യു ലൈക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? ഇവിടെ ആ പിച്ച് വലിയതായിട്ട് ഉയർത്തേണ്ട ആവശ്യം വന്നില്ല. ആൻസർ എന്താണ്? ഐ ലൈക്ക് ദോശ. നെക്സ്റ്റ്, യു ലൈക്ക് ദോശ റൈറ്റ്? റിപ്പീറ്റ്, യു ലൈക്ക് ദോശ റൈറ്റ്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ റൈറ്റ് എന്ന് പറയുന്നത് ഒരല്പം ഉയർത്തിയാണ് നമ്മൾ ചോദിച്ചത്. ഉത്തരം യെസ്, ഐ ലൈക്ക് ദോശ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ലൈക്ക് ദോശ? റിപ്പീറ്റ്, യു ലൈക്ക് ദോശ? ഇവിടെ നമ്മൾ പിച്ച് ഉയർത്തണം ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കുന്നിടത്ത്. ഉത്തരം യെസ്, ഐ ലൈക്ക് ദോശ. അപ്പം 4 ചോദ്യം എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോ ചോദ്യവും ഇനം തിരിച്ച് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ലൈക്ക് ദോശ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡു കൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ തുടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് 2 ചോയ്സേ ഉള്ളൂ. ഒന്നുകിൽ യെസ് എന്നുത്തരം വരും, അല്ലെങ്കിൽ നോ എന്നുത്തരം വരും. ഇനി ഡുവിന് പകരം തുടക്കത്തിൽ ക്യാൻ ഉപയോഗിക്കാം, ഹാവ് ഉപയോഗിക്കാം. ഇതൊക്കെ ചെയ്താലും ഉത്തരം എപ്പോഴും ഒന്നുകിൽ യെസ് ആകും, അല്ലെങ്കിൽ നോ ആകും. എക്സാമ്പിൾ, പലപ്പോഴും നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പം നമ്മൾ ഓർഡർ ചെയ്തത് കൂടുതലായി പോകും. അവസാനത്തെ ഒരു ദോശയൊക്കെ എക്സ്ട്രാ ആയി പോകും. നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളിനോട് എന്ത് ചോദിക്കും? ക്യാൻ യു ഈറ്റ് ദിസ് ദോശ? നിങ്ങൾക്ക് ഈ ദോശ കഴിക്കാൻ പറ്റുമോ? ഭക്ഷണം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഉത്തരം യെസ്, അല്ലെങ്കിൽ നോ. അതല്ലെങ്കിൽ നമ്മുടെ മലയാളി അല്ലാത്ത ഒരു സുഹൃത്തിനോട് നമ്മൾ ചോദിക്കും, ഹാവ് യു ഈറ്റൻ ദോശ? നീ ദോശ കഴിച്ചിട്ടുണ്ടോ? ഉത്തരം എന്താണ്? ഒന്നുകിൽ യെസ്, അല്ലെങ്കിൽ നോ. ഇങ്ങനെ ഡൂം, ക്യാനും ഹാവും മാത്രമല്ല, ഈ ലിസ്റ്റിൽ തന്നിരിക്കുന്ന ഏത് വാക്കും തുടക്കത്തിൽ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉത്തരം ഒന്നുകിൽ യെസ് ആയിരിക്കും, അല്ലെങ്കിൽ നോ ആയിരിക്കും. ലിസ്റ്റിൽ തന്നിരിക്കുന്ന ഈ വാക്കുകളില്ലേ, ഇവയെ ഗ്രാമറിന്റെ ഭാഷയിൽ പറയുന്നത് ഓക്സിലറി വേർബ്സ് എന്നാണ്. നമ്മൾ ഇതിനു മുമ്പും ഓക്സിലറി വേർബ്സ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബ്സ് ഇവയൊക്കെയാണ്. ഇത്രയും മനസ്സിലായല്ലോ. അതായത്
ഓക്സിലറി വേർബ്സ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഡു യു ലൈക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ യെസ് ഓർ നോ അല്ല ഉത്തരം. ഇതൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഉത്തരം എങ്ങനെയും വരാം. ഉത്തരത്തിൽ ഐ ലൈക്ക് അപ്പം എന്നാവാം, അതല്ലെങ്കിൽ ഐ ലൈക്ക് സാൻഡ്വിച്ച് എന്നാവാം, എന്തുമാകാം. ഒറ്റ സെൻറ്റൻസിൽ ഉത്തരവാകാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെൻറ്റൻസിലും ഉത്തരം വരാം. ഉദാഹരണത്തിന് വൈ ഡു യു അറ്റൻഡ് ദിസ് ക്ലാസ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാം ഐ അറ്റൻഡ് ദിസ് ക്ലാസ് ബിക്കോസ് ഐ വോണ്ട് ടു ലേൺ ഗുഡ് ഇംഗ്ലീഷ്. ഇനി കുറച്ച് നീട്ടിയും ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റും. ഇംഗ്ലീഷ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് എ ഗുഡ് ജോബ്. ഫ്രം ദിസ് ക്ലാസ് ഐ ക്യാൻ ലേൺ ബേസിക് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് കോൺവെർസേഷൻ പ്രാക്ടീസ്. കണ്ടില്ലേ, ആൻസർ എങ്ങനെയും വരാം. ഓപ്പൺ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ വാട്ട്, വൈ, വെൻ, വേർ, ഹൗ, വിച്ച്, ഹൗ ഓഫൻ ഇങ്ങനെയുള്ള വാക്കുകൾക്കാണ് ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ്സിൽ തുടങ്ങിയാൽ നമ്മൾ കണ്ടതുപോലെ ഏത് തരത്തിലും ഉത്തരം വരാം. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടു ഓക്സിലറി വേർബ്സ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണാം. ഏതായിരുന്നു നമ്മുടെ എക്സാമ്പിൾ? യു ലൈക്ക് ദോശ റൈറ്റ്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, യു ലൈക്ക് ദോശ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ക്വസ്റ്റ്യൻ അല്ല. നമ്മൾ ജസ്റ്റ് അങ്ങ് പറയുകയാണ്. എന്നിട്ട് റൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അത് ക്വസ്റ്റ്യനിലേക്ക് മാറ്റുകയാണ്. ഇതിനാണ് ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് ഓൾറെഡി ഉള്ള ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യാനായിട്ടാണ്. യു ലൈക്ക് ദോശ റൈറ്റ്? അനദർ എക്സാമ്പിൾ, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ആരെയെങ്കിലും ഇൻവൈറ്റ് ചെയ്തെന്നിരിക്കട്ടെ, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർ ചിക്കൻ കഴിക്കുമെന്ന് ഉറപ്പ് വരുത്തണമെങ്കിലോ അവരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തന്നെ എങ്ങനെ ചോദിക്കാം? യു ഈറ്റ് ചിക്കൻ റൈറ്റ്? നിങ്ങൾ ചിക്കൻ കഴിക്കും അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ചിക്കൻ കഴിക്കുമല്ലോ? ഇങ്ങനെ അല്ലേ ഇല്ലേ എന്നൊക്കെ ചോദിക്കാനായിട്ടാണ് ടാഗ് ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുന്നത്. ടാഗ് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാം കേട്ടോ. ദാ ഇങ്ങനെ സെയിം എക്സാമ്പിൾ ഒന്നുകൂടെ നോക്കാം നമുക്ക്. യു ഈറ്റ് ചിക്കൻ ഡോണ്ട് യു? എന്നാൽ നീ ചിക്കൻ കഴിക്കത്തില്ല അല്ലേ എന്ന് ചോദിക്കണമെങ്കിലോ യു ഡോണ്ട് ഈറ്റ് ചിക്കൻ ഡു യു? അപ്പം ആദ്യം നമ്മൾ ഡോണ്ട് യു എന്ന് ചോദിച്ചു, ഇവിടെ നമ്മൾ ഡു യു എന്നാണ് ചോദിച്ചത്. ഈ ടാഗ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അതായത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കണം. യു ഈറ്റ് ചിക്കൻ ഡോണ്ട് യു? നെക്സ്റ്റ് എക്സാമ്പിൾ, യു സ്പീക്ക് ഫ്രഞ്ച് ഡോണ്ട് യു? നീ ഫ്രഞ്ച് സംസാരിക്കും അല്ലേ? ഇവിടെ രണ്ടിലും ആദ്യത്തെ പാർട്ട് പോസിറ്റീവാണ്, രണ്ടാമത്തെ പാർട്ട് നെഗറ്റീവാണ്. എന്നാൽ നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിലോ പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കണം. യു ഡോണ്ട് ഈറ്റ് ചിക്കൻ ഡു യു? കണ്ടില്ലേ, സെൻറ്റൻസ് നെഗറ്റീവാണ് പക്ഷെ ടാഗ് പോസിറ്റീവാണ്. നീ ഫ്രഞ്ച് സംസാരിക്കത്തില്ല അല്ലേ എന്ന് ചോദിക്കണമെങ്കിലോ യു ഡോണ്ട് സ്പീക്ക് ഫ്രഞ്ച് ഡു യു? അപ്പോൾ ടാഗ് ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. ഇനി അവസാനമായിട്ട് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ടൈപ്പ് കാണാം. യു ലൈക്ക് ദോശ? ഇവിടെ നമ്മൾ നമ്മുടെ ശബ്ദം ഉയർത്തിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ക്വസ്റ്റ്യൻ ആക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ചും ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അതിശയത്തോടെ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോഴാണ്. ഉദാഹരണത്തിന്, നമ്മുടെ വിദേശിയായ സുഹൃത്ത് ദോശ സാമ്പാറിൽ മുക്കി ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക? നിങ്ങൾക്ക് ദോശ ഇഷ്ടമാണ്? യു ലൈക്ക് ദോശ? അതുമല്ലെങ്കിൽ നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ പരിചയക്കാരൻ നമ്മളോട് സുഖമാണോ എന്ന് മലയാളത്തിൽ ചോദിച്ചാൽ ഉടനെ നമ്മൾ ചോദിക്കും യു നോ മലയാളം? നിങ്ങൾക്ക് മലയാളം അറിയാം? ഇങ്ങനെ ടോൺ മാറ്റി ക്വസ്റ്റ്യൻസ് ആക്കുമ്പോഴാണ് ഇൻറ്റൊനേഷൻ ക്വസ്റ്റ്യൻസ് ആകുന്നത്. ഇൻറ്റൊനേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ 4 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പഠിച്ചു. ഓക്സിലറി വേർബ്സ് ഉപയോഗിച്ച്, ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച്, ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിച്ച്, അതുപോലെ ഇൻറ്റൊനേഷൻ ക്വസ്റ്റ്യൻസും കണ്ടു.
അപ്പോൾ ഇതുപോലെ നമ്മൾ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അറിഞ്ഞിരുന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ എളുപ്പമാകും. അപ്പം നമുക്ക് ഒരുമിച്ച് ഈ 4 ക്വസ്റ്റ്യൻസും ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്താലോ? ഞാൻ അടുത്ത വീഡിയോ ട്യൂസ്ഡേയിൽ അപ്ലോഡ് ചെയ്യും എന്ന് ഉത്തരം വരണം. അതായത് ഐ വിൽ അപ്ലോഡ് ദ നെക്സ്റ്റ് വീഡിയോ ഓൺ ട്യൂസ്ഡേ. ഈ ഉത്തരം വരാൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചോദിക്കാം? വിൽ യു അപ്ലോഡ് യുവർ നെക്സ്റ്റ് വീഡിയോ ഓൺ ട്യൂസ്ഡേ? When will you upload your next video? You will upload your next video on Tuesday, right? You will upload your next video on Tuesday. മനസ്സിലായോ? 4 വന്നു. Now, the question for you. ഞാൻ ഇംഗ്ലീഷ് ന്യൂസ് കാണാറുണ്ട്. I watch English news. ഈ ആൻസർ വരത്തക്കവണ്ണം ഏതൊക്കെ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം? ഒരു ക്ലൂ തരാം. ആദ്യത്തെ ചോദ്യം തുടങ്ങുന്നത് ഡു വെച്ചിട്ടാണ്. പ്ലീസ് ലെറ്റ് മീ നോ ഇൻ യുവർ കമൻറ്റ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടല്ലോ? ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ട്യൂസ്ഡേയിൽ വീണ്ടും കാണാം. ക്ലാസ്സുകൾ മുടങ്ങാതെ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ. See you again and please stay safe.